രാമൻ പിള്ളയുടെ നീക്കം, മാസ് നീക്കം, ബോച്ചെ പുറത്തേക്ക്. ഇനി 3:30 ഉത്തരവ് കിട്ടി, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ബോച്ചെ പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. സർക്കാരിന് വലിയ തിരിച്ചടി, ഒപ്പം പരാതിക്കായിരിക്കും. തീർച്ചയായും ഒരു തരത്തിലും ബോച്ചയ്ക്ക് ജാമ്യം നൽകരുത് എന്ന ശക്തമായ വാദമാണ് കേരള സർക്കാർ അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ വാദിച്ചത്. അതായത് സർക്കാരിൻ്റെ എല്ലാവിധ സന്നാഹങ്ങളും അവിടെ ഹാജരായിരുന്നു. ഒരുപാട് കൃത്യമായ വാദഗതികൾ മറ്റൊരു കേസിലും കാണിക്കാത്ത തരത്തിലുള്ള ശുഷ്കാന്തി സർക്കാർ കാണിച്ചിരുന്നു. നിരന്തരമായി ഈ പറയുന്ന ദ്വയാർത്ഥങ്ങളും ലൈംഗിക പദപ്രയോഗങ്ങളും ബോച്ചെ നടത്തുന്നുണ്ട്. ഇത് സമൂഹത്തിന് ആപത്താണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന് കർശനമായ ഒരു പിടിവാശി തന്നെ ഗവൺമെൻറ് അവിടെ കാണിച്ചു. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ ജയിലിൽ ഇടേണ്ട കാര്യം എന്താണ്? ഇദ്ദേഹം അത്രമേൽ ഭീകരമായ കൊലക്കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത്. ആ രീതിയിൽ കോടതി ചോദിച്ചതല്ല, നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇത്രമേൽ രീതിയിലുള്ള കൊലക്കുറ്റമൊന്നും അല്ലല്ലോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ എന്തിനാണ് ജയിലിലിടുന്നത് എന്ന ചോദ്യം ഹൈക്കോടതി ചോദിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് കോടതി തന്നെ നേരിട്ട് ഈ വിഷ്വൽസ് പരിശോധിക്കണം, ഇതിൽ അങ്ങേക്ക് കോടതിക്ക് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുകയും ഹൈക്കോടതി നേരിട്ട് ഈ വിഷ്വൽസ് പരിശോധിച്ച ശേഷം സ്വന്തം ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് അത് കേട്ടതിന് ശേഷം ബോച്ചയുടെ അഭിഭാഷകനോട് ഇത്തരത്തിൽ ഇത് ദ്വയാർത്ഥ പ്രയോഗമല്ലേ, ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകും എന്നുള്ള കാര്യം തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. പരിഹസിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും അത് ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ജാമ്യം അനുവദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാമൻ പിള്ളയുടെ ചില വിശദമായ വാദങ്ങൾ ആ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കൈക്ക് കയറി പിടിച്ചു എന്നുള്ള നിലയിലാണ് ഇവർ ഹൈക്കോടതിയിൽ ഒരു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഉന്നയിച്ച വാദം. അതിന് രാമൻ പിള്ള ശക്തമായി എതിർത്തിട്ടുണ്ട്. കാരണം ഹണി കൈ അങ്ങോട്ട് കൊടുത്ത ശേഷം ബോച്ചെ പിടിക്കുന്ന ദൃശ്യങ്ങളടക്കം കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അന്ന് ഹണി പറഞ്ഞ കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് താൻ സ്വീകരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഹണിയുടെ പെരുമാറ്റവും പ്രതികരണവും ഉൾപ്പെടെ രാമൻ പിള്ള കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ബെയിൽ അലൗഡ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഉത്തരവ് 3:30 ശേഷം മാത്രമാണ് കോടതി പുറത്തിറക്കുക. എനിക്ക് തോന്നുന്നു കോടതിക്ക് അത് കുറച്ചുകൂടി വിശദമായ ഒരു ജാമ്യ ഉത്തരവാണ് കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. കർശനമായ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് 3:30 ഈ ഉത്തരവ് പുറത്തിറക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ജാമ്യവുമായി ബന്ധപ്പെട്ട് ബോച്ചയുടെ അഭിഭാഷകൻ രാമൻ പിള്ള പറഞ്ഞത് അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉള്ളതെന്നും ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചതിനാൽ ജാമ്യം നൽകണമെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഓരോ കുറ്റകൃത്യവും തുടർച്ചയായി ആവർത്തിക്കുന്ന ആളാണ് പ്രതി എന്നാണ് സർക്കാർ ഹൈക്കോടതി നിലപാട് അറിയിച്ചത്. ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപം പതിവാക്കിയ ആളാണ്. സ്ത്രീത്വത്തെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ്. നടി ഹണി റോസിനെ മാത്രമല്ല പ്രതി അധിക്ഷേപിച്ചിട്ടുള്ളത്. അധിക്ഷേപ പരാമർശങ്ങളും ദ്വയാർത്ഥങ്ങളും നിരവധി നടത്തിയിട്ടുണ്ട്. പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നാണ് കോടതി അറിയിച്ചത്. ദ്വയാർത്ഥ പ്രയോഗം ഇല്ലെന്ന് പറയാനാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷയിലൂടെയും ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. എന്തായാലും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം നൽകാൻ പോയത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ഫാൻസിനും ഒക്കെ വളരെ സന്തോഷം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. ജാമ്യം കിട്ടണം. കാരണം അദ്ദേഹത്തെക്കാൾ വലിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയ, വലിയ കൈക്രിയകൾ നടത്തിയ, അതെ, ഡയറക്റ്റ് മൂവ്മെൻ്റ് ഒക്കെ നടത്തിയവർ ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ വിലസുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് ജയിലിലിടുന്നതൊക്കെ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ജനസമൂഹം പലതും ചോദിക്കുന്നുണ്ട്. പക്ഷെ കോടതിയാണ്, കോടതിയുടെ മുന്നിൽ തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി എന്താണോ തീരുമാനിക്കുന്നത് തന്നെയാണ് ശരി എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇനി ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളോ സ്ത്രീകളെ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സംസാരമോ ബോച്ചയിൽ നിന്നെന്നല്ല ഒരു ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുരുഷനെ അധിക്ഷേപിക്കുന്ന തരത്തിലോ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാനൊരു കേസ് കൊടുത്താൽ നീ അകത്താകും എന്ന് പറയുന്ന തരത്തിലേക്ക്, സ്ത്രീ കള്ളക്കേസ് ഉണ്ടാക്കുന്ന തരത്തിലേക്കോ പോകാൻ അനുവദിക്കരുത് കോടതികൾ എന്നുള്ള കാര്യവും നമ്മൾ ഇവിടെ പറഞ്ഞു വയ്ക്കണം. കാരണം ഈ പറയുന്നത് പോലെ നിവിൻ പോളിക്കെതിരെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടതാണ്, നമ്മുടെ ഇതിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ഒരു സ്ത്രീ എന്ത് നടപടിയാണ് അവർക്കെതിരെ എടുത്തത്? കള്ളപ്പരാതി കൊടുത്ത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ, ഒരു ഭർത്താവിനെ, 2 മക്കളുടെ അച്ഛനെ, സമൂഹത്തിൽ ഒരു മകനെ
സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ മോശക്കാരനാക്കി ചിത്രീകരിച്ച ഒരു സ്ത്രീക്കെതിരെ എന്ത് നടപടിയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ സ്വീകരിച്ചത്? ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരണം വരെ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ആ വേദനയിൽ നിന്ന് മുക്തനാവാതെ മരണപ്പെട്ട ഒരാളാണ് ഉമ്മൻചാണ്ടി. ഒരു സോളാർ കേസിലെ പ്രതിയായ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എത്രമാത്രമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ എന്താ പറയുക BJP-ക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തെ ക്രൂശിച്ചത്. സോക്കോൾഡ് മാധ്യമങ്ങൾ കൊത്തിവലിച്ചു. എത്ര മാധ്യമങ്ങൾ അദ്ദേഹത്തെ കൊത്തിവലിച്ചു. അദ്ദേഹത്തിന്റെ പ്രായം പോലും നോക്കാതെ, അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹത്തെ വലിച്ചു കീറി ഒട്ടിച്ചില്ലേ? അപ്പൊ എവിടെ പോയിരുന്നു ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾക്ക്, സാംസ്കാരിക നായകർക്ക്, ഈ ഘോരഘോരമായി പ്രസംഗിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ എവിടെ പോയിരുന്നു? ഈ പറയുന്ന ഈ എന്താ പറയുക, ഈ ചോരതിളപ്പൊക്കെ എവിടെ പോയിരുന്നു? ഇവിടെ സ്ത്രീക്കും പുരുഷനും നീതി വേണം. അല്ല, പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പൊ അടുത്തു തന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ പരാതികൾ, ആളുകൾക്കെതിരായി കൊണ്ട് പീഡന പരാതികൾ കൊടുത്തിരുന്നു. അങ്ങനെ പീഡന പരാതികൾ കൊടുത്ത സമയത്ത് അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചപ്പോൾ എറണാകുളത്തെ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി എന്താണ് പറയുന്നത്? മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇവരുടെ പല കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോടതി പറയേണ്ട അവസ്ഥയിലേക്ക്, പുരുഷന്മാരെ കുടുക്കുന്ന രീതിയിലേക്ക് ഇരയുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന കോടതിയുടെ പരാമർശം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പുരുഷന്മാരെല്ലാം പ്രിവിലേജ്ഡ് തെണ്ടികളാണ് എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക നായിക നമുക്കുണ്ട്. ഇന്ദു മേനോൻ എന്ന് പറയുന്ന ഒരു നായികയാണ്, അതായത് എഴുത്തുകാരിയാണ്. അവർ പറയുന്നത് പുരുഷന്മാരെല്ലാം പ്രിവിലേജ്ഡ് തെണ്ടികളാണ്, എൻ്റെ മകൻ പോലും ഈ പുരുഷനാണ് എന്ന രീതിയിൽ എനിക്ക് കണ്ടുകൂടാ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് വന്നത്, താങ്കളുടെ അച്ഛൻ ഒരു പ്രിവിലേജ്ഡ് തെണ്ടിയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുപോലെ അത്രയധികം പുരുഷന്മാരെ അധിക്ഷേപിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് അതിനെതിരെ ഒരു പുരുഷനും പരാതി കൊടുക്കാൻ പോയിട്ടില്ല. അത് മനസ്സിലായല്ലോ. അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന് വന്ന വാർത്തയാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് അവർക്ക് അതിനെതിരെ ആരും പ്രതികരിച്ചു, പക്ഷെ ആരും പരാതി ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഈ തരത്തിൽ ആരോപണങ്ങൾക്കെതിരായിക്കൊണ്ട്, അനീതികൾക്കെതിരായിക്കൊണ്ട് ശബ്ദിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം നമ്മൾ ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വമായിട്ടുള്ള കാര്യങ്ങൾ, നിയമവശങ്ങൾ, നമ്മുടെ സംരക്ഷണത്തിനായി നൽകുന്ന വകുപ്പുകളൊക്കെ ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു പാഠം കൂടെ നമ്മൾ ഇതിലൂടെ പഠിക്കണം. അത് ബോച്ചയുടെ കാര്യത്തിലല്ല, ഞാൻ നിർബന്ധമായും പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിലാണ്. അല്ല, നമ്മൾ എന്ത് ധരിക്കണം, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, ആ വസ്ത്രം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കണം മൗലിക അവകാശം നമുക്കുണ്ട് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, നമ്മൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ താങ്കൾ ധരിച്ച വസ്ത്രത്തിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കീറലുണ്ടായിരുന്നു, അത് താങ്കൾ ശ്രദ്ധിച്ചായിരുന്നോ എന്നുള്ള തരത്തിൽ തിരിച്ച് കമൻറ്റ് വരും എന്ന് ചിന്തിക്കരുത്. ധരിച്ച വസ്ത്രം ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നീ ധരിച്ച വസ്ത്രത്തോട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ആ പ്രതിഷേധം എന്ന് പറയുന്നത് പല അർത്ഥത്തിൽ പോകും. അതും കൂടി ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. ഇല്ല എങ്കിൽ ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. വിമർശനങ്ങൾ കേൾക്കാൻ ധൈര്യമുണ്ട് എങ്കിൽ, അതിനെ നേരിടാൻ ധൈര്യമുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ പബ്ലിക് ഇടങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാവൂ. ബോച്ച ഒരു പാഠമാണ്. എല്ലാ കമൻറ്റോളികൾക്കും, ദ്വയാർത്ഥ പ്രയോഗക്കാർക്കും എല്ലാവർക്കും ബോച്ച ഒരു പാഠമാണ്. ഇത്തരത്തിൽ സ്ത്രീകളോട് അധിക്ഷേപം പറയുന്ന, പുരുഷന്മാരോട് അധിക്ഷേപം പറയുന്നവരെ വച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. ഇവരെ ആജീവനാന്തം ജയിലിൽ അടയ്ക്കണമെന്നൊന്നുമല്ല പറയുന്നത്, ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ശരിയാണോ എന്ന് നമ്മൾ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ട് വേണം പല തീരുമാനങ്ങളും എടുക്കാൻ എന്നുള്ളത് കൂടി ഓർക്കുക.